ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എസ് ഡാഷിൻ്റെ ഇക്വേഷൻ വരെയാണ് ചെയ്ത് നിർത്തിയത്. എസ് ഡാഷിൻ്റെ ഇക്വേഷൻ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയത് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഇത്രയാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കിട്ടിയത്. നമുക്കിനി എസ് ഡബിൾ ഡാഷ് വേണം. എസ് ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഐ സി ഡിവൈഡഡ് ബൈ ഡി ബീറ്റ അറ്റ് ഐ സി ബി ഒ ആൻഡ് VBE are constants. Okay, ICBO and VBE are constants. അതാണ് എസ് ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം പഴയ പോലെ തന്നെയാണ്. VBB is equal to IBRB plus VBE plus IB plus IC into RE. ഓക്കെ, RE കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. IBRB plus VBE plus IBRE plus ICRE. ഓക്കെ, ഇനി IBയുടെ 2 ടേംസ് ഉണ്ട്. ആ 2 ടേംസും കൂടെ അടുത്തടുത്ത് എഴുതാം. ബാക്കി എല്ലാ സ്റ്റെപ്സിലും ചെയ്ത പോലെ തന്നെയാണ്. IBRB plus IBRE plus VBE plus ICRE. ഓക്കെ, ഈ 2 സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് IB കോമൺ എടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? VBB is equal to IB into RB plus RE plus VBE plus ICRE. ഓക്കെ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി സെക്കൻഡ് ഇക്വേഷൻ ആണെങ്കിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഇക്വേഷന് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എസ് ഡാഷിൽ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ വി നോ ദാറ്റ് ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി ബി ഒ. ഓക്കെ, ഇതിൽ നമുക്ക് ഐ ബിയുടെ ഇക്വേഷൻ എഴുതാം. ഐ ബി ഇസ് ഈക്വൽ ടു ഈ ഒരു ടേം റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഐ സി മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഐ സി ബി ഒ ഡിവൈഡഡ് ബൈ ബീറ്റ. ഒറ്റയടിക്ക് എഴുതിയിരിക്കുകയാണ്. ഈ പ്ലസ് സൈൻ ഇപ്പുറത്ത് വന്നപ്പോൾ മൈനസ് ആയി, പിന്നെ കൂടെ ഒരു ബീറ്റ ഉണ്ട്, ബീറ്റയുടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിവൈഡായി. സോ ഐ ബിയുടെ വാല്യൂ കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഐ ബി വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ഐ ബി ഇൻ ഇക്വേഷൻ നമ്പർ 2. 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? VBB is equal to IB into RB plus RE എന്നാണ്. IBക്ക് പകരം ഞാൻ എന്താണ്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. IC മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു RB പ്ലസ് RE. ബാക്കി 2 ടേംസും അതുപോലെ തന്നെ പ്ലസ് VBE പ്ലസ് ICRE. ബാക്കി 2 ടേംസും അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. RB പ്ലസ് RC കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം IC ബൈ ബീറ്റ ഇൻറ്റു RB പ്ലസ് RE മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു RB പ്ലസ് RE. ബാക്കി 2 ടേംസും അതുപോലെ VBE പ്ലസ് ICRE. ഓക്കെ, ഇതാണ്ട് ഇവിടെ ഒരു ICയുടെ ടേം ഉണ്ട്, ഫസ്റ്റിൽ ഒരു ICയുടെ ടേം ഉണ്ട്. ആ 2 ടേം നമുക്ക് ഒരുമിച്ച് എഴുതാം. അപ്പോൾ IC ബൈ ബീറ്റ ഇൻറ്റു RB പ്ലസ് RE. ഇവിടുത്തെ ഈ ലാസ്റ്റ് ടേമും കൂടെ അടുത്ത് എഴുതാം. പ്ലസ് ICRE മൈനസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു ICBO ബൈ ബീറ്റ RB പ്ലസ് RE പ്ലസ് VBE. ഓക്കെ, ഇനി ഈ 2 ടേമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? IC കോമൺ എടുക്കാം. നമ്മൾ ഇത് എസ് ഡാഷിലും ചെയ്ത് അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്തു വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? IC അതിൽ നിന്ന് കോമൺ എടുക്കാം.
ഐ സി കോമൺ എടുക്കുമ്പോൾ വി ബി ബി ഇസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ബീറ്റ മൈനസ് 1 പ്ലസ് ബീറ്റ. ബാക്കി ടേംസ് ഒക്കെ അതുപോലെ തന്നെ എഴുതുക. 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു ഐ സി ബി ഒ ബൈ ബീറ്റ പ്ലസ് വി ബി ഇ. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ഇതിലും എസ് ഡാഷിൻ്റെ ടേംസ് എഴുതിയ സമയത്തും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ നമ്മളൊരു വരുത്തുന്നൊരു ചേഞ്ച് കണ്ട് ഈ ഒരു ടേമിനെ ഞാൻ മൊത്തത്തിൽ വി ഡാഷ് എന്നെടുത്തു. ഓക്കെ, ആ ഒരു ടേമിനെ ഫുൾ വി ഡാഷിനെടുത്തു. അപ്പം ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? ചെറുതായി സത്യത്തിൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എഴുതാം വി ബി ബി ഇസ് ഈക്വൽ ടു ഐ സി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ബൈ ബീറ്റ മൈനസ് വി ഡാഷ് പ്ലസ് വി ബി ഇ. ഓക്കെ, അപ്പം ഇത് ചെറുതായി. ഈ ഒരു വലിയ ടേമിന് പകരം ഞാൻ വി ഡാഷ് എന്ന് കൊടുത്തു. ഇതിൽ നിന്ന് നമുക്ക് ഐ സിക്ക് ഒരു ഇക്വേഷൻ എഴുതാം. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഐ സിക്ക് ഒരു ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ എന്താ ആദ്യം ചെയ്യുന്നത്? മൈനസ് വി ഡാഷ് പ്ലസ് വി ബി ഇ അതിങ്ങ് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ എന്ത് കിട്ടി? വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ എന്തുണ്ട്? ഇസ് ഈക്വൽ ടു ബാക്കി ടേംസ് ഐ സി ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ബൈ ബീറ്റ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ടേമും ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരണം. ഇവിടെ ബീറ്റ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. സോ എങ്ങനെ വരും? വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു ബീറ്റ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ഐ സി. ഓക്കെ, ഈക്വൽ ടു ഐ സി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എസ് ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഐ സി ഡിവൈഡ് ബൈ ഡി ബീറ്റ ആണ്. സോ ഡി ബീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ബീറ്റ വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് നമ്മൾ ബീറ്റ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കേ, ഇതൊരു കോഷ്യൻ റൂൾ പോലെയാണ് കിടക്കുന്നത്, ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഡെറിവേഷൻ അപ്ലൈ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താ? ഡി ബൈ ഡി ടി ഓഫ് യു ബൈ വി അങ്ങനെയാണെന്ന് വിചാരിക്കുക. നമുക്കതിനെ എങ്ങനെ എഴുതാം? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ്. യു ബൈ വിയുടെ ഡിഫറൻസിയേഷൻ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതേ പ്രിൻസിപ്പിളാണ് നമ്മൾ ഈ ഇക്വേഷൻ ഡെറിവേഷൻ എടുക്കാനായിട്ട് ചെയ്യാൻ പോകുന്നത്. എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഇവിടെ ചെയ്യാം. ഐ സി വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ഐ സി ബൈ ഡി ബീറ്റ എന്നാവും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബീറ്റയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ബീറ്റയുടെ ഡെറിവേറ്റീവ് 1 ആണ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. സോ ഈ ഒരു ടേംസ് ഇത്രയും ടേംസ് അതുപോലെ വരും ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവായിട്ട് വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ. ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ന്യൂമറേറ്റർ അതുപോലെ ഞാൻ എഴുതി വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ആർ ബിയിലെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ആയി. ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റയിലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് മാത്രമേ വരത്തുള്ളൂ? ആർ ഇ ഇൻറ്റു ബീറ്റ മാത്രമേ വരത്തുള്ളൂ. സോ ബീറ്റയ്ക്ക് ഡെറിവേറ്റീവ് 1 ആണ്, ബാക്കി ആർ ഇ മാത്രമേ വരത്തുള്ളൂ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പം ആർ ഇ മാത്രമേ വരത്തുള്ളൂ. ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ, അതായത് ആർ ഇ പ്ലസ് ആർ ഇ ബീറ്റ.
ഡെറിവേറ്റീവ് എടുക്കുമ്പം ആർ ബി 0 ആവും, ആർ ഇ 0 ആവും, ആർ ഇ ബീറ്റ എന്നുള്ളതിൽ ബീറ്റ പോയി 1 ആവും. സോ ആർ ഇ മാത്രമേ വരത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സെയിം ഫോമുല വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുത്തിരിക്കുകയാണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഡി ഐ സി ബൈ ഡി ബീറ്റ. ഇനി ഒന്ന് നോക്കുക, ന്യൂമറേറ്റർ പോർഷൻ ഒന്ന് നോക്കുക. ഇപ്പോൾ എഴുതിയിരിക്കുന്നതിന് ന്യൂമറേറ്റർ പോർഷൻ ഒന്ന് നോക്കുക. ഇത് ഒരു ടേം, ഇത് രണ്ടാമത്തെ ടേം. ഓക്കെ, ഈ രണ്ട് ടേംസിലും എന്താ വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ എന്നുള്ളത് കോമൺ ആണ്. ന്യൂമറേറ്ററിൻ്റെ ഇതിലും അതുണ്ട്, ഇതിലും ഉണ്ട്, ഇതിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അങ്ങ് കോമൺ എടുക്കാം. കോമൺ ഔട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നു? ന്യൂമറേറ്ററിൽ ഞാൻ വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ എന്നുള്ളത് കോമൺ എടുത്തു. ഓക്കെ, കോമൺ എടുത്ത് ബാക്കി എന്താ ഉള്ളത്? ഈ ഒരു ടേം ആർ ബി പ്ലസ് ആർ ഇ. ഞാൻ ഈ ആർ ഇ കൊണ്ടുവന്നൊന്ന് ബ്രാക്കറ്റ് കൂടെ ഓപ്പൺ ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, ആർ ഇ പ്ലസ് ആർ ഇ ബീറ്റ. ഇത് കഴിഞ്ഞു. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? മൈനസ് ആർ ഇ ബീറ്റ, മൈനസ് ആർ ഇ ബീറ്റ. നോക്കിയാൽ മതി, പ്ലസ് ബീറ്റയും മൈനസ് ബീറ്റയും കട്ട് ചെയ്തു പോയി. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ വരും, ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ വന്നു. കട്ട് ചെയ്ത് ബാക്കി എഴുതാം. വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡി ഐ സി ബൈ ഡി ബീറ്റയുടെ ഇക്വേഷൻ ഇത്ര എത്തി നിൽക്കുകയാണ്, തീർന്നിട്ടില്ല. ഡെറിവേറ്റീവ് എടുത്ത് കോമൺ ഔട്ട് ചെയ്ത് ചില ഫാക്ടേഴ്സ് കട്ട് ചെയ്ത് പോയി, ബാക്കിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ ബാക്കി ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കിട്ടിയ സ്റ്റെപ്പ് ഞാൻ ഒന്നും കൂടെ എടുത്തെഴുതാം, കണ്ടിന്യൂഷൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എടുത്തെഴുതാണ്. ഡി ഐ സി ഡിവൈഡഡ് ബൈ ഡി ബീറ്റ, ഇത്രയാണ് നമ്മൾ ചെയ്തെത്തിയിരിക്കുന്നത്. ഡി ബീറ്റ ഇസ് ഈക്വൽ ടു വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മളൊരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈയിങ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ ടേം 1 പ്ലസ് ബീറ്റ. 1 പ്ലസ് ബീറ്റ എന്ന് പറയുന്നൊരു ടേം കൊണ്ട് ഞാൻ നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഡി ഐ സി ഡിവൈഡഡ് ബൈ ഡി ബീറ്റ ഇസ് ഈക്വൽ ടു, ന്യൂമറേറ്റർ ആദ്യം അതുപോലെ എഴുതുക, വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇത് ഹോൾ സ്ക്വയർ ആണ്. ഞാനപ്പോൾ അതിനെ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് 2 ടേമാക്കി എഴുതി, ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ 1 പ്ലസ് ബീറ്റ കൊടുത്തു. ഡിനോമിനേറ്റർ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഇതാ ഇത്രയും ടേംസ് ഇത്രയും ടേമിന് പകരം, അതായത് ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഡിവൈഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ, ഇത്രയും ടേംസിന് പകരം നമുക്ക് എസ് എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത്രയും ടേംസിന് പകരം എസ് എന്ന് കൊടുക്കാൻ പോവാണ്. നോക്കിക്കൊള്ളുക, ഡി ഐ സി ബൈ ഡി ബീറ്റ എന്ന് പറയുന്നത് വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു എസ്, ന്യൂമറേറ്ററിലാണ് കൊടുക്കുന്നത്, എസ്
ഡിവൈഡഡ് ബൈ ഇനി എന്തൊക്കെയുണ്ട് ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഇവിടെ ഉണ്ടായിരുന്നൊരു 1 പ്ലസ് ബീറ്റ, ഇവിടുത്തെ ഈ ടേം, ബാക്കി ഇതെല്ലാം കൂടെ ചേർന്ന് എസ് എന്ന് പറയുന്ന ഒരു ടേം. ഇത്ര എത്തി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലൈങ് വീണ്ടും ചെയ്യാം. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ ടേം ബീറ്റ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഡി ഐ സി ബൈ ഡി ബീറ്റ ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു ആർ ബി പ്ലസ് ആർ ഇ ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഓക്കെ, ഇനി നോക്കുക. ഇതാണ്ട് ബീറ്റ ഇൻറ്റു ഈ ഒരു ടേം ഇത്ര ഒരു ടേമിന് ഞാൻ ഐ സി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ന്യൂമറേറ്ററിലെ ബീറ്റ വി ബി ബി പ്ലസ് വി ഡാഷ് മൈനസ് വി ബി ഇ ഡിവൈഡഡ് ബൈ ആർ ബി പ്ലസ് ആർ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഇത്ര ഒരു ടേമിന് പകരം ഞാൻ ഐ സി എന്ന് കൊടുത്തു. ബാക്കി അപ്പോൾ എന്താ ഉള്ളത്? ഡി ഐ സി ബൈ ഡി ബീറ്റ ഇസ് ഈക്വൽ ടു ഈ ഒരു ടേംസിന് പകരം ഐ സി ആയി ഐ സി എസ് ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ബീറ്റ ഉണ്ട്, ബീറ്റ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഡി ഐ സി ബൈ ഡി ബീറ്റ എന്നാണ് നമ്മുടെ എസ് ഡബിൾ ഡാഷ്. സോ എസ് ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു ഐ സി എസ് ഡിവൈഡഡ് ബൈ ബീറ്റ ഇൻറ്റു 1 പ്ലസ് ബീറ്റ. ഇതാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ എസ് ഡബിൾ ഡാഷിൻ്റെ ഇക്വേഷൻ. ഇപ്പോഴാണ് ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയത്. ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എസ് എഴുതണം, എസ് ഡാഷ് എഴുതണം ആൻഡ് എസ് ഡബിൾ ഡാഷ് എഴുതണം. ഓക്കെ.